നമസ്കാരം. ഞാൻ ഡോക്ടർ രോഹിത എസ് ചന്ദ്ര, സീനിയർ കൺസൾട്ടൻറ്റ് ക്ലിനിക്കൽ മൈക്രോബയോളജിസ്റ്റ് ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ, ലിസി ഹോസ്പിറ്റൽ. ഇന്ന് ലോക ടി ബി ദിനം, മാർച്ച് 24. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ടി ബി വളരെ മാരകമായി വളരെ എളുപ്പത്തിൽ പകരുന്ന ഒരു രോഗമാണ്. ലോകത്തെ ബാക്കി എല്ലാ രാജ്യങ്ങളെയും അപേക്ഷിച്ച് ഇന്ത്യയിലാണ് ഏറ്റവും അധികം പുതിയ ടി ബി കേസസ് എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തിൻ്റെ വ്യാപനം തടയുന്നത് നമ്മൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ടി ബി, ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗം എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർ എപ്പോഴും ശ്വാസകോശ ടി ബിയെ പറ്റി മാത്രമാണ് ആലോചിക്കുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, നമ്മളുടെ ശരീരത്തിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും ടി ബി വരാം. പക്ഷേ ഏറ്റവും അധികം നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പകരുന്നത് ശ്വാസകോശ ടി ബിയാണ്. ബാക്കിയൊന്നും അങ്ങനെ എളുപ്പത്തിൽ പകരില്ല. അപ്പോൾ ശ്വാസകോശത്തിന് ടി ബി വരികയാണെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും രോഗിക്ക് ഉണ്ടാവുക? വിട്ടുമാറാത്ത പനി, 2 ആഴ്ചയിൽ മേലിൽ പനി, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ ഒത്തിരി കഫം ഉണ്ടാവും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വെയിറ്റ് ലോസ്, അതായത് ശരീരഭാരം കുറയുക, കിടന്നുറങ്ങുമ്പോൾ രാത്രി ഒത്തിരി വെട്ടി വേർക്കുക, ഇങ്ങനത്തെയൊക്കെ രോഗലക്ഷണങ്ങളാണ് ഉള്ളത്. അതിൽ പനിയും ചുമയും സാധാരണ 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രോഗലക്ഷണങ്ങളുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് സ്ക്രീനിങ്ങിന് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗനിർണയത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണോ അത് ചെയ്യലാണ് സ്ക്രീനിങ്ങിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടി ബി രോഗനിർണയത്തിന് നമുക്ക് ഒത്തിരി പലതരം ടെസ്റ്റുകളാണ് നമുക്കുള്ളത്. നമുക്ക് കഫം പരിശോധിക്കാം, അതിൻ്റെ സ്റ്റെയിനിങ്, അതായത് മൈക്രോസ്കോപ്പി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ കൾച്ചർ ചെയ്യാം. ഇത് കൂടാണ്ട് നമുക്ക് മോളിക്കുലർ ടെസ്റ്റ്, ഇങ്ങനെ പല വിധത്തിലുള്ള ടെസ്റ്റുകൾ ടി ബി ഡയഗ്നോസിസിനുണ്ട്. ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലും അല്ല ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഉള്ളതാണ്. ഈ ടി ബി എലിമിനേഷൻ, അതായത് ടി ബി നമ്മുടെ രോഗവ്യാപനം കുറയ്ക്കുക എന്നുള്ളത് ഒരു നാഷണൽ പ്രോഗ്രാം ആയതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ വക തന്നെ കുറേ ടെസ്റ്റുകൾ നമുക്ക് പലയിടങ്ങളിലും നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ തരം ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുക? നമുക്ക് ഈ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്തുള്ള ഒരു ആശുപത്രി ചെന്ന് ഡോക്ടറിനെ കണ്ടിട്ട് നമ്മളുടെ ക്ലിനിക്കൽ സിംറ്റംസ് പറഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ എത്രയും വേഗം ചെയ്യണം. ലിസി ആശുപത്രിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് ഉണ്ട്, കൾച്ചർ ഉണ്ട് ടി ബി ഡയഗ്നോസിസിന്, കൂടാണ്ട് നമുക്ക് മോളിക്കുലർ ടെസ്റ്റ് വരെ നമുക്കിവിടെ ഉണ്ട്. ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ വർഷം ഇപ്പം ഈ മാർച്ച് 24 വരെ തന്നെ നമ്മൾ 46 കേസ് ടി ബിയോളം നമ്മളിപ്പോൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ വർഷമാണെങ്കിലും 2025 166 ടി ബി കേസസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടി ബിയുടെ മരുന്നുകൾ എടുക്കാനാണെങ്കിലും ഇപ്പം പണ്ടത്തെ പോലെയല്ല, അധികവും ആൾക്കാർ ഗവൺമെൻറ് സെൻറ്റേഴ്സിൽ പോവുകയാണെങ്കിലും പ്രൈവറ്റ് ആശുപത്രികളിലും ഇതിനുള്ള സൗകര്യങ്ങൾ ഇപ്പം ലഭ്യമാണ്. ടി ബി ഇത്രയേറെ വ്യാപനമുള്ള രോഗമായതുകൊണ്ട് കൂടി നമുക്ക് വീട്ടിൽ ഇപ്പോൾ പ്രായം ചെന്നവർ അല്ലെങ്കിൽ കുഞ്ഞിക്കുട്ടികൾ, വേറെ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ടി ബി വരാനുള്ള സാധ്യതയും വളരെയേറെ കൂടുതലാണ്. എല്ലായ്പ്പോഴും ടി ബിയുടെ ലക്ഷണങ്ങൾ പുറത്ത് കാണുന്നില്ല. ഇങ്ങനത്തെ ചില നമ്മൾ പറയുന്ന ഈ റിസ്ക് കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് അവർക്കൊരു ലേറ്റന്റ് ടി ബി, അതായത് പുറത്തേക്ക് ഉണ്ടാവില്ല, എന്നാൽ അവർക്ക് ടി ബി ഉണ്ട് താനും. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു തരം ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ പേര് IGRA എന്നാണ്. ഈ IGRA ടെസ്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ പുറത്തേക്ക് കാണാത്ത ടി ബിയുടെ ആ ഒരു വേരിയൻറ്റ് ലേറ്റന്റ് ടി ബി ഡയഗ്നോസ് ചെയ്യാനും അത് വളരെയധികം സഹായിക്കും. ഈ പറഞ്ഞ ടെസ്റ്റും നമ്മൾക്ക് ലിസി ആശുപത്രിയിൽ അവൈലബിൾ ആണ്. അപ്പം ഈ ഇങ്ങനത്തെ റിസ്ക് ഉള്ള പോപ്പുലേഷൻ, അല്ലെങ്കിൽ ഇപ്പം കുറച്ച് സാമ്പത്തിക അല്ലെങ്കിൽ സാമൂഹിക ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ ഭയങ്കര തിക്കിത്തിരക്കി ഉള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർ, അവർക്കൊക്കെയാണ് ഈ രോഗം വരാനായിട്ട് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഇടങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ രോഗനിർണയത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ടി ബി ഒരു മാരകമായിട്ടുള്ള രോഗമാണെങ്കിലും ഇത് നേരത്തെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ, ഇതിന് വേണ്ട മരുന്നുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് രോഗവിമുക്തമാവാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ടതാണെന്ന് ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.